വലിയ നഷ്ടം എന്ന് നേരത്തെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. മലയാള സിനിമയിൽ ഒരു കാലത്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന സവിശേഷമായ ഒരു രചനാ ശൈലിയുണ്ട്, സാമൂഹിക വിമർശനമുണ്ട്. അദ്ദേഹം സൃഷ്ടിച്ച ഒരൊട്ടനവധി കഥാപാത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതൊക്കെ തെളിവാർന്ന് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മലയാളിക്ക് അതെങ്ങനെയൊക്കെ പാഠമായി മാറി ഇപ്പോഴും അത്തരം പല കഥാപാത്രങ്ങളും എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു ഈ സമൂഹ മാധ്യമ ഇടങ്ങളിൽ എന്ന് പോലും നമുക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന മലയാളിയുടെ സാമൂഹിക ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഓർമ്മയാകുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ സാംസ്കാരിക കേരളം ഇപ്പോൾ കാണുന്നത്? എസ് വിജയകുമാർ. ഉന്മേഷ്, നമ്മളേതാണ്ട് 1 മണിയോടുകൂടിയാണ് ഇവിടേക്ക് ശ്രീനിവാസൻ്റെ മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 15 മിനിറ്റിലേക്ക് അടുക്കുമ്പോഴും ഇവിടേക്ക് എത്തുന്ന, അദ്ദേഹത്തെ കാണാനായി എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. ഇപ്പോഴിവിടെ ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ കുടുംബാംഗങ്ങളൊക്കെ അവരുടെ നിർദ്ദേശം എന്ന നിലയിൽ പറയുന്നതും മൃതദേഹം വീട്ടിലേക്ക് കണ്ടനാടേക്ക് ഉദയംപേരൂരിലേക്ക് കൊണ്ടുപോകേണ്ട സമയമാകുന്നു. 4 മണിയോട് അടുക്കുന്നു. അതുകൊണ്ട് വേഗം ശ്രീനിവാസനെ കാണാൻ, അവസാനമായി കാണാൻ ഉള്ളവർ വേഗം കടന്നു വരണം എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് അല്പസമയം മുമ്പ് വരെ ഏതാണ്ട് വലിയ തിരക്കായിരുന്നു. ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇപ്പോൾ അതിന് കുറച്ച് കുറവുണ്ട്, എങ്കിലും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് വളരെ അതിന് മുറ്റത്തേക്കൊക്കെ നീണ്ട് ഇപ്പോഴും ക്യൂ തുടരുന്നുണ്ട്. പക്ഷേ എന്തായാലും 4 മണിയോടുകൂടി ഇവിടെ വന്ന ശ്രീനിവാസൻ വീണ്ടും കണ്ടനാടേക്ക് പോകും. ഇനി മടങ്ങിവരവില്ലാത്ത ഒരു യാത്രയാണ്. അദ്ദേഹം ഒരു അന്തിമ യാത്രാമൊഴി എന്ന് നമ്മൾ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹത്തിന് നാട് കൊച്ചിയിലെ പൗരാവലി നൽകുകയാണ്. കൊച്ചിയിൽ മാത്രമുള്ളവരല്ല ഇവിടെ ശ്രീനിവാസനെ കാണാനായി ഇപ്പോഴെത്തുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം കൊച്ചിയിലേക്ക്, ഈ ടൗണിലേക്ക് വരാൻ സൗകര്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് ഒരു യാത്രാമൊഴി നൽകി പോവുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളത്ത് ടൗൺ ഹാൾ. അവിടെ അതുകൊണ്ട് തന്നെ വലിയ തിരക്കുമുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞതാണ്, കൊച്ചിയിലെ പൊതുദർശനത്തിൻ്റെ കാര്യം ഒന്ന് എല്ലാവരെയും അറിയിക്കണം. അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്നവർക്ക് അവിടെ ഒരു അവസരം ഒരുക്കാം. അവിടെ അവസരമുണ്ട്, എല്ലാവരും അവിടെയാണ് വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തണമെങ്കിൽ എറണാകുളം നഗരത്തിൽ നിന്ന് കുറേ യാത്ര ചെയ്യണം. അതൊരു ഗ്രാമപ്രദേശവുമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ അവിടെ ഒരു പക്ഷേ സ്ഥല സൗകര്യം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് പരമാവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ ഈ എറണാകുളത്ത് ടൗൺ ഹാളിലേക്ക് എത്തട്ടെ എന്നാണ് എല്ലാവരും പറഞ്ഞത്. തന്നെയുമല്ല, കുടുംബാംഗങ്ങളുടെ ഒരു സ്വകാര്യതയൊക്കെ ബഹുമാനിക്കണമല്ലോ. ഇനി മാധ്യമപ്രവർത്തകരോട് ഇനിയുള്ള വീട്ടിലെ ചടങ്ങിൽ കുടുംബാംഗങ്ങൾക്ക് മാത്രമുള്ള ചടങ്ങുകളാണ്. സംസ്കാര ചടങ്ങിന് മുമ്പ് മാധ്യമപ്രവർത്തകർ അവിടെ പരമാവധി ഒഴിവായി നിന്നാൽ നന്നായിരിക്കുമെന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്ര വേഗം അദ്ദേഹം നമ്മളെ വിട്ടുപിരിയും എന്ന് കരുതിയതേയില്ല. ഇന്ന് രാവിലെ ഡയാലിസിസിന് പോകാൻ അദ്ദേഹം തയ്യാറെടുക്കുമ്പോൾ ചെറിയ ശ്വാസതടസ്സമുണ്ടായി. പക്ഷേ അത് വകവയ്ക്കാതെ യാത്ര തുടർന്നു. ഇടയ്ക്കായപ്പോഴേക്കും അത് കലശലാവുകയും ചെയ്തു. തുടർന്നാണ് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഏതാണ്ട് 8:30 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ച്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഡോക്ടർമാരുടെ ശ്രമം പരാജയപ്പെട്ടു. അതോടെയാണ് അദ്ദേഹത്തെ പരമാവധി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തി. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം തിരികെ വരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. 8:45 ആ വിയോഗ വാർത്ത നമ്മളെ തേടിയെത്തുന്നത്. ശ്രീനിവാസൻ നമ്മളോടൊപ്പമില്ല, അദ്ദേഹം യാത്ര പറഞ്ഞു പോയി എന്ന ഹൃദയഭേദകമായ വിവരം ആ സമയത്താണ് വരുന്നത്. മകനും 2 മക്കളും ധ്യാനും വിനീതും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വിനീത് ശ്രീനിവാസൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര അവസാനിപ്പിച്ച് അവിടേക്ക് എത്തി. തൊട്ടു പിന്നാലെ ധ്യാനും വന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മലയാള സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക ആളുകളും ആ വീട്ടിലേക്ക് എത്തുന്നതാണ്. ബാക്കിയുണ്ടായിരുന്നവരൊക്കെ ഇവിടെ ടൗൺ ഹാളിലും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഇനി ശ്രീനിവാസൻ അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെ, അദ്ദേഹം എഴുതിയ തിരക്കഥകളിലൂടെ, അദ്ദേഹം കൊണ്ടുവന്ന കഥകളിലൂടെ, അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെ, അദ്ദേഹം അഭ്രപാളികളിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിൽ ജീവിക്കും. നേരത്തെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ കുറിപ്പിൽ എഴുതിയതുപോലെ നമ്മളുടെ ഇടത്തരക്കാരുടെ, മധ്യവർത്തി സമൂഹത്തിൻ്റെ
പ്രതീകങ്ങളോ പ്രതിനിധികളോ ആയിരുന്നു ശ്രീനിവാസൻ സിനിമകളിലെ ഓരോ കഥാപാത്രങ്ങളും. അവരുടെ ഹൃദയവേദനകളും അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെയും സിനിമ അനുഭവങ്ങൾ ആയി മാറുകയും ചെയ്തത്. സങ്കീർണമായ മാനസിക വ്യാപാരങ്ങളുള്ള കഥാപാത്രങ്ങളെ കാണുമ്പോഴും അവരൊക്കെ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളെപ്പോലെ, കഥാപാത്രങ്ങളെപ്പോലെ നമുക്ക് തോന്നുകയും അത്തരക്കാരെ സിനിമകളിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ കഥാപാത്രവും യഥാർത്ഥത്തിൽ പ്രേക്ഷകനും തമ്മിൽ മനസ്സുകൊണ്ട് അങ്ങേയറ്റം ഐക്യപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഐക്യപ്പെടൽ തന്നെയാണ് ശ്രീനിവാസൻ എന്ന ആ വലിയ ചലച്ചിത്രകാരന്, സിനിമാ പ്രവർത്തകന് ഇത്രയും ഹൃദയത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നുള്ള ഒരു അനുസ്മരണം, അദ്ദേഹത്തിന് ഒരു വിട നൽകാൻ, ഒരു യാത്രാമൊഴി നൽകാൻ ഒരു നാട് മുഴുവൻ ഇവിടേക്ക് എത്തുന്ന കാഴ്ച. അതിന് പിന്നിൽ ഈ പറയുന്ന ചലച്ചിത്ര പ്രവർത്തകനും പ്രേക്ഷകനും ഒരുമിച്ച് ഒരേ മാനസികാവസ്ഥയിലെത്തി അത്തരം അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഒരു ചലച്ചിത്ര പ്രവർത്തകനെ സംബന്ധിച്ച്. അത് നേടിയത് ശ്രീനിവാസനാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്ന സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ ഇടത്തരക്കാർ കൂട്ടം കൂട്ടമായി ആ മഹാനായ കലാകാരന് വിട നൽകാൻ എത്തുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ശ്രീനിവാസൻ്റെ സിനിമകൾ. അവരുടെ ജീവിതത്തിലെ ചീന്തിയെടുത്ത ഏടുകളായിരുന്നു ആ സിനിമകൾ. അത് സിനിമ തന്നെയായിരുന്നില്ല, അവരുടെ ജീവിതം തന്നെയായിരുന്നു എന്ന തിരിച്ചറിവാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അത് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നതാണ് ഇതാ നമ്മൾ എറണാകുളം ടൗൺ ഹാളിൽ കാണുന്ന ഈ ദൃശ്യങ്ങളും കാഴ്ചകളും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.